നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രൂപയുടെ മൂല്യത്തകർച്ചയിൽ ഗൾഫ് കറൻസികൾക്ക് വീണ്ടും കുതിപ്പ്. സൗദി റിയാലിന്റെ മൂല്യം 2 മാസത്തെ കൂടിയ നിരക്കിൽ. ഇതര ഗൾഫ് രാജ്യങ്ങളുടെ കറൻസികളിലും പ്രകടമായ മാറ്റം. ഇറാൻ ആണവ പദ്ധതി സംബന്ധിച്ച് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ധാരണയിലെത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി. ജനീവയിൽ നടന്ന ചർച്ച പുരോഗതിയുണ്ടാക്കിയെന്നും കെറി. കുവൈത്തിൽ നിലവിലുള്ള സബ്സിഡി സംവിധാനം പുനഃപരിശോധിക്കുന്നതിന് മന്ത്രിസഭ മന്ത്രിതല സമിതിയെ നിയോഗിച്ചു. നിലവിലുള്ള സബ്സിഡി സംവിധാനം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ദോഷകരമായി ബാധിക്കുന്നുവെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഛത്തീസ്ഗഡിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ 60% പോളിംഗ്. മേഖലയിലെങ്ങും വ്യാപക അക്രമം. ദന്തേവാഡയിൽ മാവോയിസ്റ്റുകളുടെ ആക്രമണത്തിൽ കന്യാകുമാരി സ്വദേശിയായ CRPF ജവാൻ കൊല്ലപ്പെട്ടു. ദണ്ഡകാരണിയിൽ സേനാ വാഹനത്തിനു നേരെയും ആക്രമണം. PC ജോർജ് വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന കേരള കോൺഗ്രസ് M ഉന്നതാധികാര സമിതി യോഗം അലസിപ്പിരിഞ്ഞു. ചീഫ് വിപ്പ് സ്ഥാനത്തു നിന്നും ജോർജിനെ മാറ്റണമെന്ന് ജോസഫ് വിഭാഗം. മാറ്റിയില്ലെങ്കിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തണമെന്നും ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. ഇറാൻ ആണവ പദ്ധതി സംബന്ധിച്ച് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ധാരണയിലെത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി. ഇക്കാര്യം ചർച്ച ചെയ്യാനായി ജനീവയിൽ നടന്ന ചർച്ച പുരോഗതിയുണ്ടാക്കിയെന്ന് കെറി പറഞ്ഞു. ഇറാൻ ആണവ പദ്ധതി സംബന്ധിച്ച് UAE പ്രതിനിധികളുമായി കെറി കൂടിക്കാഴ്ച നടത്തി. തീരുമാനമാകുന്നതുവരെ ഇറാനിനുമേൽ ഉപരോധം തുടരുമെന്നും കെറി വ്യക്തമാക്കി. ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയിൽ ഇറാൻ ഇളവ് വരുത്തിയാൽ ഉപരോധത്തിൽ ഇളവ് വരുത്തുമെന്നത് സംബന്ധിച്ച് ധാരണയാകാനാണ് ലോകരാഷ്ട്രങ്ങൾ ജനീവയിൽ 3 ദിവസം നീണ്ട മാരത്തോൺ കൂടിക്കാഴ്ച നടത്തിയത്. വിഷയത്തിൽ ഇസ്രയേലിന്റെ എതിർപ്പ് മറികടന്നായിരുന്നു അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കൂടിക്കാഴ്ച. ജനീവ കൂടിക്കാഴ്ചയിൽ കാര്യമായ തീരുമാനങ്ങൾ എടുക്കാനായില്ലെങ്കിലും പുരോഗതിയുള്ളതായി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ സഖ്യകക്ഷികൾക്കിടയിൽ ധാരണയിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയും കെറി മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചു. എന്നാൽ ആണവ പദ്ധതിയിൽ ഇറാന്റെ നിലപാട് സംബന്ധിച്ച് സംശയമുള്ളതായും തീരുമാനമാകുന്നതുവരെ ഇറാനുമേലുള്ള ഉപരോധത്തിൽ ഇളവ് വരുത്തില്ലെന്നും ജോൺ കെറി കൂട്ടിച്ചേർത്തു. ജനീവയിലെ മാരത്തോൺ ചർച്ചയ്ക്ക് ശേഷം ഇന്നലെ രാത്രിയോടെ കെറി UAEയിലെത്തി. ആണവ വിഷയത്തിൽ ഇറാനിലെ പുതിയ ഭരണകൂടവുമായി അമേരിക്കയും മറ്റ് ലോകരാഷ്ട്രങ്ങളും നടത്തുന്ന നീക്കങ്ങൾ സംശയത്തോടെയാണ് UAE നിരീക്ഷിക്കുന്നത്. അബുദാബി കിരീടാവകാശിയായ രാജകുമാരൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാൻ എന്നിവരുമായി കെറി കൂടിക്കാഴ്ച നടത്തി. സിറിയൻ സമാധാന ചർച്ചകൾക്കായുള്ള ജനീവ സമ്മേളനത്തെക്കുറിച്ചും ഇറാൻ ആണവ പദ്ധതിയെ സംബന്ധിച്ചും അമേരിക്കയും സഖ്യകക്ഷികളും നടത്തുന്ന ചർച്ചകൾ ധരിപ്പിക്കാനായിരുന്നു കൂടിക്കാഴ്ച. 7 രാഷ്ട്രങ്ങളിലെ മാരത്തോൺ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ കെറി ഇന്ന് അമേരിക്കയിലേക്ക് തിരിക്കും. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ജനീവ ചർച്ച എത്രത്തോളം ഫലം കണ്ടു? ഇറാന്റേത് ആണവ പ്രശ്നമാണോ അതോ നയതന്ത്ര പ്രശ്നമോ? ഈ വിഷയമാണ് ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നത്. മാധ്യമപ്രവർത്തകൻ PK നിയാസ്, വിദേശകാര്യ വിദഗ്ധൻ നവാസ് നിസാർ, പ്രൊഫസർ വിൻസെന്റ്, ഒപ്പം ഇറാനിലുടനീളം യാത്ര ചെയ്ത് മീഡിയ 1 വേണ്ടി റിപ്പോർട്ടുകൾ തയ്യാറാക്കിയ ഞങ്ങളുടെ പ്രതിനിധി MCA നാസർ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം വിദേശകാര്യ വിദഗ്ധൻ നവാസ് നിസാറിലേക്ക്. 3 ദിവസം തുടർച്ചയായി നീണ്ട ചർച്ച. അർദ്ധരാത്രി വരെ ചർച്ചകൾ നീണ്ടുപോയി. പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് തുടക്കത്തിൽ തന്നെ സൂചന ലഭിച്ചിരുന്നു. ഈ ചർച്ച എത്രത്തോളം ഫലപ്രദമാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. ഈ ചർച്ചയുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആയിട്ടില്ല. കാരണം ഇതൊരു തുടക്കമാണ്. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങാമായിരുന്ന ഒരു ചർച്ച പിടിവാശി കാരണം നീണ്ടുപോയി. ഇപ്പോൾ ഒരു അമേരിക്കയുടെ തന്നെ ഇനീഷ്യേറ്റീവിൽ തുടങ്ങിയ ഒരു ചർച്ചയായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. ഈ ചർച്ച തുടങ്ങാൻ അമേരിക്കയെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ: 1, അടുത്ത വർഷം അവർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറുകയാണ്. 2, ഇറാനുമായുള്ള ഒരു സംഘർഷപൂർണമായൊരു ബന്ധം അമേരിക്കക്ക് ഇനി അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ. കാരണം ഇറാഖ് പോലൊരു കടന്നുകയറ്റത്തിന് ഇനി ലോകത്ത് സാധ്യതയില്ല എന്നുള്ള തിരിച്ചറിവ്. 3, പിന്നെ ഇസ്രായേലുമായി ഉൾപ്പെട്ട ബന്ധത്തിൽ അമേരിക്കൻ ഭരണപക്ഷം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേലിനെ ഓവർഷൂട്ട് ചെയ്തുകൊണ്ട് അമേരിക്ക ഇറാനുമായിട്ടുള്ള ചർച്ചയ്ക്ക് മുൻകൈ എടുക്കാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് അഭിപ്രായം പറയാറായിട്ടില്ല. പക്ഷേ ഇതൊരു ശുഭോദർക്കമായ തുടക്കം തന്നെയാണ്. മാത്രവുമല്ല, അമേരിക്കയുടെ തൻപ്രമാണിത്വവും ഏകാധിപത്യ മനോഭാവവും കഴിഞ്ഞു എന്ന് ഇതുവരെ മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാക്കാനുള്ള ഒരുപക്ഷെ അവസാനത്തെ ചാൻസാണിത്.
ശരിയാണ് ശ്രീ നവാസ് നിസാർ. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് എനിക്ക് താങ്കളോടും ചോദിക്കാനുള്ളത്. അദ്ദേഹം പറഞ്ഞു ചർച്ചയുടെ ഫലപ്രാപ്തിയെ പറ്റി പറയാനുള്ള സമയം ആയിട്ടില്ല. പക്ഷേ അതേസമയം ഈ ചർച്ചയുടെ സാഹചര്യമാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടിയിരിക്കുന്നത്. സിറിയൻ കോൺഫ്ലിക്റ്റിന് ശേഷം അതുപോലെ തന്നെ വെസ്റ്റ് ഏഷ്യയിലെ ശാക്തിക ബലാബലത്തിൽ കാര്യമായ മാറ്റം വന്ന ഒരു സമയം, അത്തരം ഒരു സാഹചര്യത്തിൽ നടന്ന ചർച്ചയെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? ഫലപ്രാപ്തിയെ സംബന്ധിച്ച് വെയിറ്റ് ആൻഡ് സീ അത് തന്നെയാണ് അതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുക. പക്ഷേ മിഡിൽ ഈസ്റ്റിലുള്ള ശാക്തിക ബലാബലത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. അതിൽ അമേരിക്ക സൂപ്പർ പവർ എന്ന നിലയ്ക്ക് അമേരിക്കയുടെ സ്ഥാനം പോയി. അതിൽ നിന്നൊരു മേജർ പവർ എന്ന നിലയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല 5 പഞ്ചമഹാശക്തികളും ജർമ്മനിയും ചേർന്നിട്ടാണ് ഈ ചർച്ചയ്ക്ക് മുൻകൈ എടുത്തത്. ചർച്ചയ്ക്ക് മുൻകൈ എടുത്തിട്ട് പ്രധാനമായും പ്ലൂട്ടോണിയം, അറാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്ലൂട്ടോണിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റ് അടച്ചിടണം എന്ന നിർദ്ദേശം ഇറാൻ നിഷ്കരണം തള്ളിക്കളഞ്ഞു. അതുപോലെ യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കണമെന്ന നിർദ്ദേശം ഇറാൻ തള്ളിക്കളഞ്ഞു. ചുരുക്കത്തിൽ ഈ ഇറാനുമായി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നതിന് ആധാരമായ വിഷയങ്ങളിലെല്ലാം തന്നെ ഇറാൻ ശക്തമായ നിലപാടെടുക്കുകയും അതോടൊപ്പം ഹസൻ റുഹാനി പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചു ആണവ സമ്പുഷ്ടീകരണം, യുറേനിയം സമ്പുഷ്ടീകരണം അടക്കമുള്ള ന്യൂക്ലിയർ റൈറ്റ്സ് ഒന്നും ഞങ്ങൾ അടിയുറയിക്കില്ല എന്നും പറഞ്ഞു. ചുരുക്കത്തിൽ ശാക്തീകരിക്കപ്പെട്ട ഇറാനെയാണ് നമ്മൾക്ക് മിഡിൽ ഈസ്റ്റിൽ കാണുന്നത്. അതോടൊപ്പം പ്രതിരോധത്തിലായിട്ടുള്ള അമേരിക്കയും പഞ്ചമഹാശക്തികളും ഒരു ഭാഗത്തും. ഇതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. സിറിയൻ കോൺഫ്ലിക്റ്റിന് ശേഷം മിഡിൽ ഈസ്റ്റിലെ ശാക്തിക ബലാബലത്തിൽ വലിയ മാറ്റം വന്നു. റഷ്യയും ഇറാനും സിറിയയും ചേർന്ന് ഒരു ഐക്യമുന്നണി അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ പ്രധാന വിഷയം എന്താ വെച്ചാൽ ഈ അറബ് വസന്തത്തെ തുടർന്ന് പുതിയ ഒരു ജനാധിപത്യ അവബോധം മിഡിൽ ഈസ്റ്റിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഈ രൂപപ്പെട്ടു വരുന്ന ജനാധിപത്യ അവബോധവും അതിനെ തുടർന്നുണ്ടായി വന്നിട്ടുള്ള ഗവൺമെൻറ്റുകളും വരാൻ സാധ്യതയുള്ള ഗവൺമെൻറ്റുകളും വളരെ കൃത്യമായി ശക്തമായും അമേരിക്കൻ വിരുദ്ധ നിലപാടിലേക്ക് നീങ്ങും എന്ന സൂചനയുണ്ട്. അതുകൊണ്ടാണ് അറബ് വസന്തത്തേക്കാൾ നല്ലത് ഒരുപക്ഷെ ആ മേഖലയിൽ ഷിയ സുന്നി കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന ഒരു സാധ്യതയെ മുന്നിൽ കണ്ട് ഷിയ ഗ്രൂപ്പിനോട് അനുകൂലമായ നിലപാടെടുക്കാൻ സാധിക്കുമോ എന്ന സാമ്രാജ്യത്വത്തിൻ്റെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ് ഇപ്പോൾ അമേരിക്ക നടപ്പാക്കുന്നത്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഒബാമ ഇറാൻ പ്രസിഡൻറ്റിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും അതുപോലെ ഇത്തരത്തിലൊരു ആണവ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും അമേരിക്കൻ താല്പര്യം അവിടെ ഒരുപക്ഷെ ഈ ഇറാൻ കോൺഫ്ലിക്റ്റിനെ തുടർന്നുണ്ടായിട്ടുള്ള ഷിയ സുന്നി ധ്രുവീകരണത്തിൽ ഷിയാക്കളെ കൂടെ നിർത്തിയിട്ട് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി നടപ്പാക്കി എങ്ങനെ മധ്യേഷ്യയിൽ സ്വാധീനം നിലനിർത്താം എന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും. പക്ഷേ അത് ഈ ആണവ ചർച്ചയെ സംബന്ധിച്ച് പറയുമ്പോൾ ആണവ പ്രശ്നം മാത്രമല്ല, വെസ്റ്റ് ഏഷ്യയിലെ മിഡിൽ ഈസ്റ്റിലെ ശാക്തിക ബലാബലങ്ങൾ കൂടിയാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ശരിയാണ് പ്രൊഫസർ വിൻസെന്റ്, താങ്കൾ സൂചിപ്പിച്ചത് തന്നെയാണ്. മറ്റൊരു കാര്യം ചർച്ചയിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇറാന്റെ വാദമാണ്. ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ട രാഷ്ട്രങ്ങൾ പോലും സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. എന്തുകൊണ്ട് ഇറാന് അതിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇറാനെ എന്തുകൊണ്ട് അതിൽ നിന്ന് തടയുന്നു എന്ന ന്യായമായ ചോദ്യമാണ്. ഇത് ന്യായീകരിക്കപ്പെടുന്നില്ലേ ശ്രീ നവാസ് നിസാർ? ഒരു സംശയവുമില്ല. ഇതില് ന്യായാന്യായങ്ങളുടെ പ്രശ്നങ്ങളായിരുന്നില്ല ഈ വിവാദത്തിൽ പറയുന്നത്. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ആണവോർജത്തിന്റെ ന്യായാന്യായത്തെക്കാൾ ഉപരി ഒരുപക്ഷെ ജോർജ് ബുഷ് എന്ന ഒരു വിശുദ്ധ വിഡ്ഢി അമേരിക്കയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിഡൻഷ്യൽ ഈഗോ, പിന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി പൊതുവെ ഇറാൻ പോലുള്ള മുസ്ലിം രാഷ്ട്രങ്ങളോട് സ്വീകരിച്ചിരുന്ന നിലപാട്, പിന്നെ അതിൻ്റെ തുടർച്ചയായി ഇറാനിൽ അധികാരത്തിൽ വന്ന അഹമ്മദ് നജാദിൻ്റെ വളരെ അപ്രായോഗികമായ ക്ഷോഭപ്രകടനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 12-13 വർഷം മുമ്പ് നടക്കേണ്ട ചർച്ചയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്നത്. അത് സെപ്റ്റംബർ 11 ആക്രമണം, അതിനുശേഷം ഇറാഖിലേക്കുള്ള അമേരിക്കയുടെ കടന്നുവരവ്, അങ്ങനെ പിന്നെ ഇറാഖ് നോർത്ത് കൊറിയ എന്ന് പറഞ്ഞ ഒരു ആക്സസായി നിലനിന്നുകൊണ്ടുള്ള ആ ഒരു ജോർജ് ബുഷിൻ്റെ പ്രഖ്യാപനം, ഇങ്ങനെ വളരെ ലോക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പല കാരണങ്ങളാണ് ഈ ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട ഇറാൻ്റെ നിലപാടുകളുടെ ന്യായാന്യായങ്ങളായിരുന്നില്ല ഈ ചർച്ച ഇത്രയും വൈകാൻ കാരണം. പിന്നെ ഇതിൽ നേരത്തെ പറഞ്ഞ ഒരു കൂട്ടിച്ചേർക്കാനുള്ളത്, അമേരിക്കയുടെ താല്പര്യങ്ങളെ മഹത്വവൽക്കരിക്കാനോ ബീഭത്സവൽക്കരിക്കാനോ എനിക്ക് താല്പര്യമില്ല. ഇതിൽ അമേരിക്കയുടെ താല്പര്യം ഇറാനോട്
അയവുള്ള നിലപാടെടുക്കലോ അല്ലെങ്കിൽ സുന്നി ഷിയ തർക്കങ്ങൾ ഉണ്ടാക്കലോ അല്ല. സുന്നികളാണെങ്കിലും ഏറ്റവും കൂടുതൽ അമേരിക്കൻ വിരുദ്ധ നിലപാടുള്ളത് ഷിയാക്കളാണ്. സുന്നികളാണ് ഇതുവരെ അമേരിക്കയുമായിട്ട് കോംപ്രമൈസുള്ള നിലപാടെടുത്തിരുന്നത്, സൗദി അറേബ്യ പോലുള്ള പല രാജ്യങ്ങളും. അപ്പോൾ ഷിയാക്കളെ ഒരിക്കലും ഒരു അമേരിക്കൻ അനുകൂല നിലപാടിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും നല്ല അമേരിക്കക്കാരൻ പ്രസിഡന്റ് ആയാലും സാധിക്കില്ല. ഇത് ഇറാനെ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള റിസ്ക്, അഫ്പാക് മേഖല എന്നറിയപ്പെടുന്ന ആ മേഖലയിലുള്ള റിസ്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഇറാനെ അഫ്ഗാനിസ്ഥാനിലേക്ക് ക്ഷണിക്കുകയും പാകിസ്ഥാനോടുള്ള അമേരിക്കയുടെ ഡിപ്പെൻഡൻസി കുറയ്ക്കാനുള്ള ഒരു അമേരിക്കൻ തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ ദയവായി തുടരുക. നവാസ് നിസാർ. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ PK നിയാസ് സ്കൈപ്പ് വഴി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ PK നിയാസ്, 3 ദിവസം നീണ്ടുനിന്ന ചർച്ച, തുടക്കത്തിൽ ഒരുപക്ഷെ ഇറാൻ വഴങ്ങുമെന്ന് തോന്നിച്ച ചർച്ച, പക്ഷേ ഒടുവിൽ പുറത്തു വന്ന വിവരം അനുസരിച്ച് ഫ്രാൻസ് ആണ് ചർച്ചകൾക്ക് തടസ്സമായത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്തുകൊണ്ടായിരിക്കും ഫ്രാൻസ് ഇങ്ങനെയൊരു നിലപാടെടുത്തത്? തീർച്ചയായിട്ടും ചർച്ചക്ക് ഉടക്ക് വെച്ചത് യഥാർത്ഥത്തിൽ ഫ്രാൻസ് ആയിരുന്നു. കാരണം P5+1 ജർമ്മനി ഉൾപ്പെടെയുള്ള 6 രാജ്യങ്ങളായിരുന്നു ചർച്ചക്കുണ്ടായിരുന്നത്. ഇന്നലെ ഏതാണ്ട് ചർച്ച സമാപ്തിയിലേക്ക് വരുമെന്ന് തോന്നിച്ചിരുന്നു. ഏതാണ്ട് കുറെ കാര്യങ്ങൾ യോജിപ്പിലെത്തി ഒരു ഇന്റരിം കരാർ ഒപ്പിടാമെന്നുള്ള അവസ്ഥ വരെ എത്തിയപ്പോഴാണ് ഫ്രാൻസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്ത വിദേശകാര്യമന്ത്രി ഫാബിയസ്, അദ്ദേഹം അറാഖിലെ വാട്ടർ റിയാക്ടർ ആ പ്രശ്നം കുത്തിപ്പൊക്കി ആ വിഷയത്തിൽ ഇറാന് അത് അടച്ചു പൂട്ടണമെന്ന ശക്തമായ നിലപാട് ചെയ്യും. യഥാർത്ഥത്തിൽ ഈ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു പ്രതിനിധികൾ യഥാർത്ഥത്തിൽ അന്തം വിട്ടു നിൽക്കുകയായിരുന്നു. കാരണം അവർ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഇന്നലെ തന്നെ കരാറ് ഒപ്പുവെക്കുമായിരുന്നു എന്നാണ് വിദേശ വാർത്താ ഏജൻസികളും അതുപോലെ തന്നെ നിരീക്ഷകരും ഒക്കെ പറയുന്നത്. ഫ്രാൻസ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിന്റെ പിന്നിൽ നിരവധി രാഷ്ട്രീയമായ താല്പര്യങ്ങളുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഫ്രാൻസിനെ കുറിച്ച് അമേരിക്ക ഇപ്പോൾ ഇറാനുമായിട്ട് ഈ കരാറിൽ എത്തും എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഇസ്രായേലും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ശക്തമായി അമേരിക്കക്കെതിരെ നിലകൊണ്ടത്. അതുകൊണ്ട് തന്നെ അമേരിക്കക്ക് മേഖലയിലുള്ള താല്പര്യങ്ങളും അതുപോലെ മേഖലയിൽ അമേരിക്കക്കുള്ള സ്വാധീനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഫ്രാൻസ് വളരെ വിദഗ്ധമായി അതിനെ ഉപയോഗിക്കുവാൻ വേണ്ടി രംഗത്ത് വരികയാണ് ചെയ്തത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ UN ജനറൽ അസംബ്ലിയിൽ സംബന്ധിച്ച ഇറാനിയൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഓളൻഡി ഒരു ഫോട്ടോ സെഷനിൽ പങ്കെടുക്കുകയുണ്ടായി. ഈ ഫോട്ടോ സെഷൻ ഇസ്രായേലിനെ നന്നായി ചൊടിപ്പിച്ചു. കാരണം US പ്രസിഡന്റ് ഒബാമ പോലും ഫോട്ടോ സെഷനിൽ നിൽക്കാതെ വെറും ടെലിഫോൺ സംഭാഷണത്തിൽ ഒതുക്കിയപ്പോൾ ഈ ഓളൻഡി ഫോട്ടോ സെഷനിൽ പങ്കെടുത്തതിനെ ഇസ്രായേലോടെ രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. അതുകൊണ്ട് ആ പരിക്ക് നികത്തുവാൻ വേണ്ടി ഇസ്രായേലുമായിട്ട് അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഫ്രാൻസ് കളം മാറി ചവിട്ടാൻ തുടങ്ങിയത്. പക്ഷേ ഫ്രാൻസിന്റെ നിലപാട് അതിനെ തന്നെ വ്യക്തമായ തിരിച്ചടി നേരിട്ടു എന്നാണ് ഇന്നത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് UN ആറ്റമിക് എനർജി ഏജൻസിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ യൂക്കിയ അമാനോവും അതുപോലെ തന്നെ ഇറാന്റെ ആണവോർജ്ജ തലവൻ അദ്ദേഹവുമായി ഇന്ന് ഒരു കരാർ ഒപ്പിടുകയുണ്ടായി. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായിട്ട് ഇറാൻ സഹകരിക്കാമെന്നൊരു കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഈ കരാറിൽ ഫ്രാൻസ് ഇന്നലെ സൂചിപ്പിച്ച അറാഖ് വാട്ടർ റിയാക്ടറുമായി ബന്ധപ്പെട്ട സൈറ്റ് ഉൾപ്പെടെ സന്ദർശിക്കുവാൻ അല്ലെങ്കിൽ അത് പരിശോധന നടത്തുവാൻ UN സംഘത്തെ അനുവദിക്കാമെന്ന് ഇറാൻ ഇപ്പോൾ വാക്ക് നൽകിയിരിക്കുകയാണ്. ഇതേറെ ഫ്രാൻസ് തിരിച്ചടിയാണ്. ഇതിന് പിന്നാലെ ഇന്നലെ യോഗത്തിൽ അഥവാ ആ സമ്മേളനത്തിൽ ഇറാനെതിരെ നിലപാട് സ്വീകരിച്ച ഫ്രാൻസ് ഇന്ന് മലക്കം മറിഞ്ഞു. ഇന്നവർ പറയുന്നത് താമസിയാതെ തന്നെ ഒരു കരാർ എത്തുമെന്നാണ് അവർ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഇന്റരിം കരാർ 6 മാസത്തേക്കെങ്കിലും ഇറാൻ അവരുടെ ആണവ പരിപാടികൾ നിർത്തിവെക്കുകയും പകരം ഇറാന് എതിരായുള്ള ഉപരോധങ്ങളിൽ ചിലത് നീക്കുവാനുമുള്ള ഒരു ഇന്റരിം കരാർ താമസിയാതെ വരുമെന്ന ഒരു പ്രസ്താവന ഇന്ന് ഫാബിയസ് നൽകുകയുണ്ടായി. മാത്രമല്ല നമ്മൾ ഫ്രാൻസിന്റെ ഈ നിലപാടിന്റെ പിന്നിലുള്ള പ്രശ്നം കൂടി നോക്കേണ്ടതുണ്ട്. ഫ്രാൻസും അമേരിക്കയും തമ്മിൽ ഈ അടുത്ത കാലത്തായിട്ട് ചില കാര്യങ്ങളിൽ വളരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് 2003 ഇറാഖിൽ അധിനിവേശം നടത്തുമ്പോൾ ആ അധിനിവേശത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു രാജ്യമായിരുന്നു ഫ്രാൻസ്. അന്ന് ബുഷും അതുപോലെ തന്നെ അന്നത്തെ ഫ്രഞ്ച് നേതാക്കളും തമ്മിൽ ചെറിയൊരു സ്വരച്ചേർച്ചയില്ലാതെ രൂപപ്പെട്ടിരുന്നു.
പിന്നീട് നമുക്കറിയാം ഈ കഴിഞ്ഞ ജനുവരിയിൽ മാലിയിൽ ഇടപെടാനുള്ള ഫ്രാൻസിന്റെ തീരുമാനം, മാലിയിലെ അവിടുത്തെ തീവ്രവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ ജനുവരിയിൽ സൈനിക നടപടി സ്വീകരിച്ചപ്പോൾ അമേരിക്ക ആ സൈനിക നടപടിയെ എതിർക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സിറിയയിൽ രാസായുധ പ്രയോഗം നടത്തിയ വിഷയത്തിലും ഫ്രാൻസിന്റെ മുന്നോട്ടുള്ള നീക്കത്തിന് അമേരിക്ക തടയിടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഫ്രാൻസിന്റെ ഒരു അറിയപ്പെടുന്ന വിദേശകാര്യ വക്താവ് പറഞ്ഞത്, കഴിഞ്ഞ 15 കൊല്ലമായിട്ട് അമേരിക്ക ഞങ്ങളെ ലെക്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്രാൻസ് ഈ അടുത്ത കാലത്തായിട്ട് സാമ്പത്തികമായിട്ട് അല്പം തീർച്ചയായിട്ടും വ്യക്തമാണ് ശ്രീ പി കെ നിയാസ് താങ്കളുടെ അഭിപ്രായം. പ്രൊഫസർ വിൻസെന്റ്, മറ്റൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ചർച്ചകൾക്ക് ഒരുപക്ഷെ തടസ്സമായി നിന്നത് ഫ്രാൻസിന്റെ നിലപാടുകളാണ്. ഫ്രാൻസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ടെഹ്റാന്റെ തെക്ക് കിഴക്കായി പണി പൂർത്തിയാക്കുന്ന അറാഖ് ആണവ നിലയത്തിന്റെ പണി പൂർത്തിയാവുന്നതോടുകൂടി പ്ലൂട്ടോണിയം വികസിപ്പിക്കാനും അതുവഴി ആണവായുധം ഉണ്ടാക്കാനുമുള്ള സാങ്കേതിക വിദ്യ അവർ സ്വന്തമാക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണോ കാരണം? ഫ്രാൻസ് അത്തരം ഒരു നിലപാടെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവായുധം ഉണ്ടാക്കുവാനുള്ള ശേഷി അവർ ആർജിച്ചെടുത്തിട്ടുണ്ടെന്ന് കരുതുന്നതിൽ തെറ്റില്ല. അവർക്ക് നിരവധി 3 പ്രധാനപ്പെട്ട യുറേനിയം മൈനുകൾ ഇന്ന് ഇറാനിലുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. ഒരു റിസർച്ച് റിയാക്ടർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 3 യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് ഉണ്ട്. ഇതോടൊപ്പം 2011 സെപ്റ്റംബറിൽ ബുഷ്ഹർ 1 റിയാക്ടർ റഷ്യ അവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇറാൻ അവർക്ക് അണുവായുധം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള യുറേനിയം സമ്പുഷ്ടീകരണം പൂർത്തീകരിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ബുഷ്ഹർ 1 റിയാക്ടർ പ്രവർത്തനം ആരംഭിച്ചതിനെ തുടർന്ന് 2011 ഡിസംബറിൽ IAEA അവരുടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആണവായുധം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങളും അതിനുള്ള ശേഷിയും ഇറാൻ കൈവരിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ ഈ പ്ലൂട്ടോണിയം സംസ്കരണ പ്ലാന്റ് ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം യഥാർത്ഥത്തിൽ ഇറാൻ്റെ ആണവ പദ്ധതിയെ അത് ഒരുപക്ഷെ ആണവായുധം ഉണ്ടാക്കി ലോകസമാധാനത്തിന് ഭീഷണിയാക്കുന്ന ഒന്നാണെങ്കിൽ നിലവിലുണ്ടാക്കുന്ന ഇൻ്ററിം എഗ്രിമെൻ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഉൾച്ചേർത്തിട്ടുള്ള നിയമം കൊണ്ടോ അതിനെ തടയാൻ സാധിക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ആണവായുധം ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ ചർച്ച പൊളിറ്റിക്കലാണ്. യഥാർത്ഥത്തിൽ ആണവായുധ നിർവ്യാപനത്തെ സംബന്ധിച്ചുള്ള ആശങ്കകളല്ല, ആ മേഖലയിലെ ശാക്തിക ബലാബലത്തിൽ തങ്ങളുടെ നിലപാട് സ്ഥാപിച്ചെടുക്കുന്നതിനുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനെ ആ രൂപത്തിലാണ് കാണേണ്ടത്. മാത്രമല്ല, ലോകം അല്പം കൂടി ബഹുദ്രവമായി മാറിയിരിക്കുന്നു. അമേരിക്ക ഒരു സിംഗിൾ ബ്ലോക്കായി നിൽക്കാൻ പറ്റുന്നില്ല. അമേരിക്കയ്ക്ക് അതിൻ്റെ സഖ്യശക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുന്നില്ല. മാത്രവുമല്ല, അമേരിക്കയുടെ സഖ്യശക്തികളായിട്ടുള്ള ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിലെ ടെലഫോൺ ചോർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു. അത് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയെ തള്ളിക്കൊണ്ട് പുടിൻ 1ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ലോകം അല്പം കൂടെ ബഹുദൂരമായി മാറിയിരിക്കുന്നു. അപ്പോൾ അമേരിക്കയുടെ ഒരു താല്പര്യത്തിൻ്റെ തുടർച്ചയായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ നിൽക്കുന്ന ഒരവസ്ഥയില്ല. അതുകൊണ്ട് ഫ്രാൻസിൻ്റെ താല്പര്യങ്ങളെ അവർ മുന്നോട്ട് വയ്ക്കും. ഇസ്രായേൽ ശക്തമായി ഈ എഗ്രിമെൻറ്റിനെതിരെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇസ്രായേൽ പറയുന്നത് ദിസ് ഈസ് നോട്ട് ഗുഡ് ഫോർ us, നോട്ട് ഗുഡ് ഫോർ മിഡിൽ ഈസ്റ്റ്, നോട്ട് ഗുഡ് ഫോർ അമേരിക്ക ആൻഡ് നോട്ട് ഗുഡ് ഫോർ യൂറോപ്പ് എയ്തർ എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ആണവായുധം ശേഷി നേടാനുള്ള അവരുടെ ബോധപൂർവമായ പരിശ്രമങ്ങൾ ഉണ്ടെങ്കിൽ അവർ ആണവായുധത്തിന് അടുത്തെത്തിയിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റിലേക്കാണ് ആയിരിക്കും പോവുക. അതിൽ ഒരു പക്ഷേ അമേരിക്കയുടെ മാത്രം താല്പര്യത്തെ മുൻനിർത്തി ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ അസാധ്യമാണെന്ന് തന്നെ പറയാം. കാരണം ഇറാൻ ബന്ധങ്ങൾ അതിശക്തമായി ഇന്ന് നിലനിൽക്കുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അത് ഗൾഫ് മേഖലയിൽ അവർക്ക് സ്വാധീനം ഉറപ്പിക്കാൻ സാധിക്കണം. അതിനുള്ള ആക്സസ് ഇറാനിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു ബന്ധം ശക്തമായി നിലനിൽക്കുമ്പോൾ ഒരുപക്ഷേ ഇനിയിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 2014 അമേരിക്ക പിൻവാങ്ങുമ്പോൾ ഇറാൻ്റെ സഹായം ഉണ്ടാകുമെന്നുള്ള നിലയിലൊന്നും കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം റഷ്യൻ താല്പര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയായിരിക്കും ഇനി ഇറാൻ്റെ നയസമീപനങ്ങൾ മിഡിൽ ഈസ്റ്റിൽ രൂപപ്പെടുക. അപ്പോൾ ആ നിലയ്ക്ക് റഷ്യ ഇറാൻ സഖ്യത്തിൻ്റെ ഒരു ശക്തി തന്നെയായിരിക്കും. ഒരുപക്ഷെ ആ ഒരു ബന്ധത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഒരു ശാക്തീകരിക്കപ്പെട്ട ഇറാനെ നമുക്ക് ഈ ചർച്ചയിൽ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ചർച്ച പുരോഗമിക്കുമ്പോൾ അത്തരമൊരു അനുമാനത്തിലേക്ക് തന്നെയാണ് വരേണ്ടിയിരിക്കുന്നത്. ആ ഒരു ആണവ പ്രശ്നം എന്നതിലുപരി ചർച്ച കൂടുതൽ പൊളിറ്റിക്കൽ ആവേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ പൊളിറ്റിക്കൽ ആണ് എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടി വരുന്നത്. ഇപ്പോൾ ദുബായിൽ നിന്നും MCA നാസർ ഞങ്ങളുടെ പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം മീഡിയ വണ്ണിന് വേണ്ടി ഇറാനിലുടനീളം സഞ്ചരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീ MCA നാസർ, ചർച്ച പുരോഗമിക്കുമ്പോൾ വ്യക്തമാകുന്നത് കാര്യങ്ങൾ കൂടുതൽ പൊളിറ്റിക്കൽ ആണ് എന്നുള്ളത് തന്നെയാണ്.
മറിച്ച് താങ്കൾ ഇറാനിലുടനീളം യാത്ര ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്, ജനീവയിൽ നടന്ന ഈ ചർച്ചകൾ ഇറാനിലൊരു അന്താരാഷ്ട്ര പൊതുസമൂഹം എങ്ങനെയാണ് കാണുന്നത്? സാധാരണ ജനങ്ങൾ, അതിപ്പോ തെഹ്റാനിൽ മാത്രമല്ല, കുമ്മിലായാലും അതോടൊപ്പം തന്നെ തബ്രീസ് ഉൾപ്പെടെയുള്ള വിദൂര ദിക്കുകളിലേക്കൊക്കെ ഏറെക്കുറെ കരമാർഗം തന്നെ യാത്ര ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്ക് പറയാവുന്ന, ഏറ്റവും ലളിതമായിട്ട് പറയാവുന്ന രണ്ട് കാരണങ്ങൾ. ഒന്ന്, രാഷ്ട്രീയമായിട്ട് ഇറാനിയൻ ജനത ഇന്നും വളരെ സജീവമായിട്ട് അവരുടെ ആത്മാഭിമാനത്തിലുള്ള ഏതൊരു കൈകടത്തലിനെയും അവർ എതിർക്കാൻ പ്രാപ്തരാണ്. രണ്ടാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തികം മാത്രമല്ല, അതിനപ്പുറത്ത് ഉള്ള തങ്ങളുടെ സ്വത്വം അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള നിലനിൽപ്പും ആ ജനതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് അവർ കാണുകയാണ്. ഇതിന്റെ ഏറ്റവും അടിസ്ഥാന ധാരയായിട്ട് വർത്തിക്കുന്നത് സ്വാഭാവികമായി തന്നെ ഏതാണ്ട് 70കളുടെ അവസാനത്തിൽ ഇസ്ലാമിക വിപ്ലവം നടന്ന ആ മണ്ണിൽ ഖുമൈനിയുടെ വികാരം, അല്ലെങ്കിൽ ഖുമൈനി നയിച്ച വിപ്ലവത്തിന്റെ വികാരം ഇന്നും സജീവമായിട്ടുള്ള ഒരു ധാരയായിട്ട് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോംപ്രമൈസ് എന്നത് ഇറാനിയൻ ജനതയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായോ അല്ലെങ്കിൽ നമ്മൾ സങ്കല്പിക്കുന്ന, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യവഹരിക്കപ്പെടുന്ന വികസനം എന്നത് അതിനു വേണ്ടി തങ്ങളുടെ നയനിലപാടുകളിലും രാഷ്ട്രീയമായിട്ടുള്ള സമീപനങ്ങളിലും വലിയ തോതിലുള്ള ഒരു വിട്ടുവീഴ്ചക്ക് തങ്ങൾ ഒരുക്കമല്ല എന്ന പ്രഖ്യാപനമാണ്. ഇത് സാധാരണ മനുഷ്യർ മാത്രമല്ല, ഏറ്റവും ഉന്നത തെഹ്റാൻ സർവകലാശാലയിലുള്ള വിദ്യാർത്ഥികളായാലും ഏറ്റവും വിദൂരമായിട്ടുള്ള തെഹ്റാൻ പോലുള്ള സിറ്റിയിൽ നിന്ന് വളരെ അകലെയുള്ള കർഷക കുടുംബങ്ങളായാലും അവരൊക്കെ പറയുന്നത് തങ്ങളുടെ ആത്മവീര്യം ചോർത്തുന്ന അല്ലെങ്കിൽ ഇറാന്റെ മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിന് തടസ്സം നിൽക്കുന്ന ഒരു നിലക്കുള്ള കോംപ്രമൈസിനും തങ്ങൾ തയ്യാറാവുകയില്ല എന്നാണ്. അതും എനിക്ക് തോന്നുന്നു നജാദ് പിന്നിട്ടതിന് ശേഷം റൂഹാനി വന്നപ്പോൾ പോലും ഈ നിലപാടുകളിൽ അവർ മാറ്റം വരുത്തിയിട്ടില്ല. അതേസമയം ഈ ഉപരോധങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് ചില വർഷങ്ങളായിട്ട് അന്താരാഷ്ട്ര സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ഉപരോധങ്ങൾ സ്വാഭാവികമായി തന്നെ ഇറാനിയൻ ജനതയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അത് തെഹ്റാനിൽ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും നമുക്കത് നേരിട്ട് കാണാൻ തന്നെ. അതിലേക്ക് തന്നെയാണ് വരുന്നത്. വർഷങ്ങളായി ഉപരോധം അനുഭവിക്കുകയാണ് ഇറാൻ ജനത. എങ്ങനെയൊക്കെയാണ് ഈ ഉപരോധം അവരെ ബാധിച്ചിട്ടുള്ളത്? തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ എത്ര രൂക്ഷമാണ് ഇറാനിലെ അവസ്ഥ? പണപ്പെരുപ്പം വലിയ ഒരു സമസ്യയായി തന്നെ നിലനിൽക്കുകയാണ് ഇറാനിയൻ സമൂഹത്തിൽ. കാരണം ഏതാണ്ട് കാൽക്കുലേറ്ററിൽ വിരലമർത്തിക്കൊണ്ട് ഒരു കടക്കാരന് ചെറിയ ഒരു സാധനത്തിന്റെ വില പോലും ഉപഭോക്താവിനോട് പറഞ്ഞു കൊടുക്കേണ്ട അത്രയും തീവ്രമായിട്ടുള്ള പണപ്പെരുപ്പം ഇറാനിയൻ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പുറമെ നിന്നുള്ള ഇറക്കുമതിക്ക് വലിയ തോതിൽ തന്നെ നിയന്ത്രണങ്ങൾ വരുത്തിയത് കൊണ്ട് തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകാൻ ഇറാനിയൻ ജനത ഏറെക്കുറെ പ്രാപ്തി നേടിയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിൽ പോലും ഇപ്പൊ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പോലും അരമണിക്കൂർ 3/4 മണിക്കൂർ ദൈർഘ്യത്തിലാണ് ഏതെങ്കിലും ചില വിമാനങ്ങൾ വന്നിറങ്ങുന്നത് എന്നതൊക്കെ ദാരുണമായിട്ടുള്ള അവസ്ഥ. സമീപത്തെ പല ഗൾഫ് നഗരങ്ങളിലും ഈ വികസനം വന്നപ്പോൾ അതൊന്നും ഇറാനിയൻ സമൂഹത്തിലേക്ക് വരുന്നില്ല എങ്കിൽ പോലും സ്വാഭാവികമായിട്ട് തന്നെ തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ തദ്ദേശീയമായിട്ടുള്ള ഒരു സംസ്കൃതിയോടുള്ള താല്പര്യവും അഭിനിവേശവും പ്രകടമാക്കിക്കൊണ്ട് തന്നെ ആ രാഷ്ട്രീയ ബോധം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ബോധം അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇറാനിയൻ ജനത ഈ ഉപരോധത്തിന്റെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള ഈ അവസ്ഥയെ പോലും അവർ മറികടക്കുന്നത്. പക്ഷേ ഏറെക്കുറെ നാം പുറമേ നിന്ന് സങ്കല്പിച്ചിരുന്നത് ഈ ഉപരോധം അവരെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഇറാനിൽ ഉടനീളം യാത്ര ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ ഇറാനിയൻ ജനത കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു 10-15 കൊല്ലം കൂടി ഈ ഉപരോധം നീണ്ടു കഴിഞ്ഞാൽ പോലും അതിനെ മറികടക്കാനുള്ള പ്രാപ്തി സ്വാഭാവികമായി തന്നെ ഇറാനിയൻ സമൂഹത്തിന് ഉണ്ട് എന്നാണ് സമീപകാലത്ത് അവിടെ യാത്ര നടത്തിയ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്ക് എനിക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ശരി, MC നാസർ, വ്യക്തമാണ് താങ്കളുടെ വിലയിരുത്തലുകൾ. ശ്രീ PK നിയാസ്, അഹമ്മദ് നജാദ് ഭരണത്തിൽ നിന്ന് മാറി ഹസൻ റുഹാനി വന്നു. അതോടുകൂടി ചർച്ചകൾക്ക് വഴി തുറന്നു. പക്ഷേ ഈ ചർച്ചകളൊന്നും ഫലപ്രദമായി വിനിയോഗിക്കാൻ ചർച്ചയിൽ പങ്കെടുത്ത ഐക്യരാഷ്ട്ര രക്ഷാ സമിതി സ്ഥിരാംഗങ്ങൾക്കോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിനോ കഴിഞ്ഞില്ല എന്നല്ലേ ഇപ്പോൾ വിലയിരുത്തേണ്ടത്? തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ വിഷയം ഇറാന്റെ ആണവ പ്രശ്നത്തിൽ നിന്ന് തികച്ചും രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ്, മാത്രമല്ല ഇപ്പോൾ ഇതുവരെ അമേരിക്കക്കെതിരെ ഒരു നിലപാടും സ്വീകരിക്കാത്ത അല്ലെങ്കിൽ അമേരിക്കയെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു രീതി പിന്തുടരാത്ത ഇസ്രായേൽ പോലും ഇപ്പോൾ വളരെ ശക്തമായിട്ടാണ് നിലകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്നിപ്പോ ജോൺ കെരി, അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെരി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വാട്ട് വി ആർ ഡൂയിങ് വിൽ പ്രൊട്ടക്ട് ഇസ്രായേൽ മോർ ഇഫക്റ്റീവ്ലി എന്നാണ് പറഞ്ഞത്. അതാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ അമേരിക്ക ചെയ്തിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ബിസിനസ് താല്പര്യങ്ങളുമാണ്. ഇപ്പൊ ഇന്ന് അദ്ദേഹം UAE വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി. UAE വിദേശകാര്യമന്ത്രി ചർച്ച നടത്തുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഇറാന്റെ ആണവധേയത്തിനെതിരെ ശക്തമായ നിലപാട് യു എ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും മികച്ച ഒരു ട്രേഡ് പാർട്ട്ണറാണ് ഇറാനും യു എയും. ഇറാനും യു എയും തമ്മിലുള്ള ട്രേഡ് വോളിയം എന്ന് പറയുന്നത് നേരത്തെ 23 ബില്യൺ ഡോളറായിരുന്നു. അതിപ്പോൾ കുത്തനെ ഇടിഞ്ഞു വെറും 4 ബില്യൺ ഡോളറായി മാറിയിരിക്കുകയാണ്. അതിനർത്ഥം ഈ ഉപരോധവും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ പോലും ശക്തമായി നേരിടും. അപ്പം മൊത്തത്തിൽ എല്ലാ ആളുകൾക്കും, അതായത് ഇതൊക്കെ പുറമെ ഇറാനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും രാജ്യങ്ങൾക്കും ഒക്കെ തന്നെ ഈ ഉപരോധം മൂലം ഇറാന് മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്കും ഇത് പ്രശ്നമുണ്ട്. ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ടത് ഈ സംഗതി കുറച്ചുകൂടി ലളിതമായി അല്ലെങ്കിൽ കുറച്ചുകൂടി നേരായ മാർഗത്തിലേക്ക് പോകും. നമ്മൾ കാണേണ്ട മറ്റൊരു വശം, ഇന്നിപ്പോൾ ഇറാനും ബ്രിട്ടനും തമ്മിൽ നയതന്ത്ര ബന്ധം പുനരാരംഭിക്കാനുള്ള ഒരു തീരുമാനം നടത്തിയിരിക്കുന്നു. ഇറാന് ബ്രിട്ടനിലേക്ക് അല്ലെങ്കിൽ ലണ്ടനിലേക്ക് ഇറാന് ഒരു നയതന്ത്ര പ്രതിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. തിരിച്ച് റെസിപ്രോക്കൽ മെത്തേഡ്, അതായത് തിരിച്ച് ഇങ്ങോട്ട് ബ്രിട്ടനും ഇറാനിലേക്ക് ഒരു നയതന്ത്ര പ്രതിയെ സംബന്ധിച്ച് തൽക്കാലം. അപ്പോൾ താൽക്കാലികം അവർ ബന്ധം തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു യുദ്ധം കൊണ്ടൊന്നും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ലോകത്തിലെ രാജ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. മാത്രമല്ല, ഇസ്രായേൽ പണ്ട് ഇറാഖിലെ ഓസിറാഖ് നിലയം 981 ബോംബിട്ട് തകർത്തതുപോലെ അത്ര ലളിതമായിട്ട് ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്താൻ സാധ്യമല്ല. വിശിഷ്യ ഈ അറാഖിലെ ഈ റിയാക്ടർ അത് പ്രവർത്തനം ഏതാണ്ട് തുടങ്ങാനായിരിക്കുന്നു. ഈ സമയത്ത് ഇപ്പൊ ടൈം വാരിക ഈ അടുത്ത് നൽകിയ ഒരു ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന റിയാക്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ബോംബ് വർഷിക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു ചെർണോബില് വിളിച്ചു വരുന്നതിന് സമമായിരിക്കുമെന്ന് അന്ന് ഓസിറാഖ് നിലയത്തിൽ ബോംബിങ്ങിന് നേതൃത്വം നൽകിയ ഇസ്രായേലിന്റെ സൈനിക മേധാവി തന്നെ പറയുകയുണ്ടായി. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, രാഷ്ട്രീയമായ രീതിയിൽ ഇപ്പോൾ പ്രശ്നം രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു. എന്ത് തന്നെയായാലും കാര്യങ്ങൾ വളരെ ലളിതമായ രീതിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ലോകത്തിലെ വൻ ശക്തികൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്നത് നമുക്ക് അല്പമെങ്കിലും ആശ്വസിക്കാൻ വകയുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. പ്രൊഫസർ വിൻസെന്റ്, ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഏത് രീതിയിലുള്ള ഒരു ചർച്ച, നയതന്ത്ര ചർച്ചയായിരിക്കും പ്രതീക്ഷിക്കുക? ഏത് രീതിയിലുള്ള ഒരു പ്രശ്നപരിഹാരത്തിനാണ്, മേഖലയിലെ പ്രശ്നപരിഹാരത്തിനാണ് ഇനിയുള്ള സാധ്യതകൾ? ഇപ്പം ജോൺ കെറി ഇതിനോട് റെസ്പോണ്ട് ചെയ്തിട്ട് പറഞ്ഞത് ഡിപ്ലോമസി ടേക്സ് ടൈം എന്നാണ്. അപ്പോൾ സ്വാഭാവികമായി ഒരു ചർച്ചയിലേക്ക് പോകുമ്പോൾ അത് സമയമെടുക്കും. മാത്രമല്ല, ഇപ്പോൾ നവംബർ 20 വീണ്ടും ചർച്ച പുനരാരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പല തലത്തിലുള്ള ലോവർ ലെവലിലാണെന്ന് മാത്രം ചർച്ചകൾ വരുന്നതോടുകൂടി മിക്കവാറും സാധ്യമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൽ എത്താനാണ് സാധ്യത. ഏതായാലും ഇറാൻ്റെ ആണവ നിലയങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഇറാൻ്റെ ആണവ പദ്ധതി തകിടം മറിക്കാൻ സാധ്യമല്ല. രണ്ടാമത്തത്, ഇന്നത്തെ നിലയ്ക്ക് ഉപരോധം തുടരുന്നത് അമേരിക്കയ്ക്കും ആശ്വാസമല്ല. ഇതിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇറാൻ്റെ സാമ്പത്തിക രംഗം മാത്രമല്ല, ഗൾഫ് മേഖലയുടെ ആകെ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും അധികം പർച്ചേസിംഗ് പവർ പാരിറ്റിയിൽ 54 നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ അടക്കം ലോകത്തിലെ ഒരു വലിയ മുതലാളിത്ത രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യയെ അടക്കം വലിയ രൂപത്തിൽ ഈ ഉപരോധം ബാധിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും മിഡിൽ ഈസ്റ്റ് മാത്രമല്ല, ഈ മേഖലയിലുള്ള മുതലാളിത്ത ശക്തികളുടെ ഒക്കെ തന്നെ സാമ്പത്തിക പ്രക്രിയയും കൊടുക്കൽ വാങ്ങലുകളെയും ഒക്കെ ദൂരവ്യാപകമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇറാൻ്റെ ഉപരോധം. അതുകൊണ്ട് ഈ ഉപരോധം വലിയ രൂപത്തിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളൊരവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ ഇത് ഇനിയും ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ കൾച്ചറൽ ക്യാപിറ്റലുള്ള ഒരു രാജ്യമാണ്. മാത്രമല്ല, ഇസ്ലാമിക റവല്യൂഷൻ അവിടെ ഏറെക്കുറെ ആഴത്തിൽ വേര് പിടിച്ചിരിക്കുന്നു. അപ്പോൾ പുതിയൊരു രാഷ്ട്രീയ സംസ്കൃതി അവിടെ വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് പുറമേ നിന്ന് ഉപരോധം അടക്കമുള്ള ഒരു സമ്മർദ്ദ തന്ത്രം കൊണ്ട് ഇറാൻ്റെ പൊളിറ്റിക്കൽ വില്ലിനെ തകർക്കുക അസാധ്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും 2 മാർഗങ്ങളാണുള്ളത്. ഒന്നുകിൽ നയതന്ത്രത്തിലൂടെ പ്രശ്നം പരിഹരിക്കുക, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക. ഏതായാലും യുദ്ധം ഇന്നത്തെ സാഹചര്യത്തിൽ അസാധ്യമാണ്. സ്വാഭാവികമായിട്ടും നയതന്ത്ര ചർച്ചയിലൂടെ ഇത് മുന്നോട്ട് പോകും. ഒരു പക്ഷേ അത് നയതന്ത്ര ചർച്ചയിലൂടെ മാത്രം പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കും. കൂടുതൽ ശാക്തീകരിക്കപ്പെട്ട ഇറാൻ അവിടെയുണ്ട്. എന്നാൽ പഴയതുപോലെ തന്നെ തങ്ങളുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പറ്റാത്ത അമേരിക്കയുമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നയതന്ത്ര ചർച്ച തുടരുകയും അതിലൂടെ ഒരു പ്രശ്നപരിഹാരം ഉരുത്തിരിഞ്ഞു വരുമെന്ന് നമുക്ക് ന്യായമായും തീർച്ചയായും. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നയതന്ത്ര ചർച്ചകളിലാണ് ഇനിയുള്ള പ്രതീക്ഷ. വരും ദിവസങ്ങളിലും ചർച്ചകൾ തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരവും ഈ നയതന്ത്ര ചർച്ചയിലൂടെ സാധ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്തത് മാധ്യമപ്രവർത്തകൻ PK നിയാസ്, വിദേശകാര്യ വിദഗ്ധൻ നവാസ് നിസാർ, ഒപ്പം പ്രൊഫസർ വിൻസെന്റ്, ഒപ്പം ഞങ്ങളുടെ പ്രതി MC നാസർ. എല്ലാവർക്കും നന്ദി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടരുന്നു. രൂപയുടെ മൂല്യത്തകർച്ചയിൽ ഗൾഫ് കറൻസികൾക്ക് വീണ്ടും വൻ നേട്ടം. സൗദി റിയാലിന്റെ മൂല്യം 2 മാസത്തെ കൂടിയ നിരക്കിലെത്തി. ഇതര ഗൾഫ് രാജ്യങ്ങളുടെ കറൻസികളിലും പ്രകടമായ മാറ്റമുണ്ട്. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച പിടിച്ചു നിർത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് രൂപയുമായുള്ള വിനിമയത്തിൽ ഗൾഫ് കറൻസികൾക്ക് വൻ നേട്ടമുണ്ടായത്. സൗദി റിയാൽ ഉൾപ്പെടെ ഗൾഫ് കറൻസികൾ 2 മാസത്തിനിടെയുള്ള ഉയർന്ന നിരക്കിലാണ് ഇന്ന് വിനിമയം നടത്തിയത്. നേരത്തെ 18.17 രൂപ വരെ ഉയർന്നിരുന്ന സൗദി റിയാലിന്റെ മൂല്യം പിന്നീട് 16.16 ആയി ഇടിഞ്ഞു. കഴിഞ്ഞ 4 ദിവസമായി തുടർച്ചയായി നേട്ടം കൈവരിച്ച അമേരിക്കൻ ഡോളറിന്റെ നിരക്ക് 63 രൂപയ്ക്ക് മുകളിലേക്ക് കയറിയതോടെയാണ് ഡോളർ ബന്ധിത ഗൾഫ് കറൻസികളും കുതിപ്പ് തുടങ്ങിയത്. അന്താരാഷ്ട്ര വിപണിയിൽ സൗദി റിയാലിന്റെ മൂല്യം 16.92 ആയി ഉയർന്നു. ഖത്തർ റിയാൽ 17.43, UAE ദിർഹം 17.28, ഒമാൻ റിയാൽ 164.88, ബഹ്റൈൻ ദിനാർ 168.38, കുവൈത്ത് ദിനാർ 217.90 എന്നിങ്ങനെയാണ് ഇതര ഗൾഫ് കറൻസികളുടെ നിരക്ക്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 20% മുകളിലാണ് ഗൾഫ് കറൻസികളുടെ മൂല്യം കൂടിയത്. ഇത് പ്രവാസികൾക്ക് പിന്നിട്ട മാസങ്ങളിൽ വലിയ നേട്ടം നൽകിയിരുന്നു. തൊഴിൽ വിപണിയിലെ മാറ്റങ്ങൾ സൃഷ്ടിച്ച സാമ്പത്തിക ബാധ്യതകൾ കാരണം ഇപ്പോഴത്തെ മൂല്യവർദ്ധനവ് വലിയ തോതിൽ മുതലെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നല്ലൊരു വിഭാഗം പ്രവാസികൾ. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്. വിവിധ രാജ്യങ്ങളിലെ ടെലിവിഷൻ വിനോദ മേഖലയിലെ കമ്പനികൾ മാറ്റുരയ്ക്കുന്ന ദ ബിഗ് എന്റർടൈൻമെന്റ് ഷോ അടുത്ത ആഴ്ച ദുബായിൽ നടക്കും. മുൻവർഷത്തേക്കാൾ 20% പങ്കാളിത്തം ഇത്തവണ വർദ്ധിക്കുമെന്നാണ് സംഘാടകർ പറയുന്നത്. ദ ബിഗ് എന്റർടൈൻമെന്റ് മേള ഈ മാസം 18, 19 തീയതികളിൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കും. ടെലിവിഷൻ വിനോദ മേഖലയുമായി ബന്ധപ്പെട്ട് 55 രാജ്യങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തം മേളയിൽ ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മൊത്തം 120 കമ്പനികളാണ് മേളയിൽ അണിനിരക്കുക. 5000-ഓളം സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഇൻഡെക്സ് കോൺഫറൻസ് മാനേജിംഗ് ഡയറക്ടർ താരിഖ് മദനി പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. പുതുകാലത്തിന്റെ ആവശ്യകത മുൻനിർത്തിയുള്ള വിനോദ പരിപാടികൾക്കാണ് തങ്ങൾ ഊന്നൽ നൽകുന്നതെന്ന് ദുബായ് 1 ചാനൽ മാനേജർ സാറ അൽ ജർമാൻ പറഞ്ഞു. We will be participating with a vast catalog. We have our e-catalog on next week, and we will be having English and Arabic content. So we have Turkish series, we have Arabic series, we have English shows and documentaries and talk shows, and sports as well, sports talk shows, and conservative, more religious documentaries as well. മേളയിൽ തങ്ങളുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരിക്കുമെന്ന് അബുദാബി അൽ ഇമാറത്ത് TV മാനേജർ ഈസ അൽമയിലും അറിയിച്ചു. ടെലിവിഷൻ വിനോദ ചാനൽ മേഖലയിലെ നൂതന മാറ്റങ്ങളുടെ കൂടി നിദർശനമായിരിക്കും ദുബായ് മേളയെന്ന് ബന്ധപ്പെട്ടവർ അവകാശപ്പെട്ടു. മീഡിയ 1, ദുബായ്. UAE-യിൽ ആരോഗ്യ മന്ത്രാലയത്തിനു കീഴിലുള്ള ആശുപത്രികളിൽ കൺസൾട്ടേഷൻ ഫീ ഉയർത്തി. 50 ദിർഹത്തിന് പകരം 100 ദിർഹമായാണ് ഫീ ഉയർത്തിയത്. രോഗാവധി സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഇനി 53 ദിർഹം നൽകണം. നിലവിലെ വാട്ടർ ഇലക്ട്രിസിറ്റി മീറ്ററുകൾക്ക് പകരം സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി തുടക്കം കുറിച്ചു. ദുബായിലെ താമസ വ്യവസായ മേഖലകളിൽ സ്ഥാപിച്ചിരിക്കുന്ന 2,50,000 മെക്കാനിക്കൽ, ഇലക്ട്രോ മെക്കാനിക്കൽ മീറ്ററുകൾക്ക് പകരമാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ പുതിയ മീറ്ററുകൾ സ്ഥാപിക്കുന്നത്. 7 ബില്യൺ ദിർഹം ചെലവ് വരുന്ന പദ്ധതി 5 വർഷത്തിനകം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അതോറിറ്റിയുടെ സിഇഒയും MD-യുമായ സയ്യിദ് മുഹമ്മദ് അൽ തായിർ പറഞ്ഞു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമാണ് ആധുനിക മീറ്ററുകൾ സ്ഥാപിക്കുന്നത്. കുവൈത്തിൽ നിലവിലുള്ള സബ്സിഡി സംവിധാനം പുനഃപരിശോധിക്കുന്നതിന് മന്ത്രിസഭ ഉന്നത മന്ത്രിതല സമിതിയെ നിയോഗിച്ചു. ധനമന്ത്രി ഷെയ്ഖ് സാലിം അബ്ദുൽ അസീസ് അസുബാഗ് നേതൃത്വം നൽകുന്ന സമിതിയിൽ ധനമന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഉണ്ടാവുക. നിലവിലുള്ള സബ്സിഡി സംവിധാനം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അതിൽ മാറ്റം വരുത്തണമെന്ന് സർക്കാർ 2 ആഴ്ച മുമ്പ് പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും എതിർപ്പുയർന്നതിനെ തുടർന്ന് സബ്സിഡി നിർത്തലാക്കില്ലെന്നും ചില കാര്യങ്ങളിൽ പുനഃപരിശോധന ആവശ്യമാണെന്നും മാത്രമാണ് അഭിപ്രായപ്പെട്ടിരുന്നതെന്നും വ്യക്തമാക്കി ധനമന്ത്രി രംഗത്തെത്തി. രാജ്യത്തെ പൗരന്മാർക്ക് പ്രയാസമുണ്ടാക്കാത്ത വിധത്തിലുള്ള സാമ്പത്തിക നടപടികളാവും സബ്സിഡി നിയന്ത്രണത്തിന്റെ ഭാഗമായി സ്വീകരിക്കുകയെന്ന് പറഞ്ഞ മന്ത്രി, കുറഞ്ഞ വരുമാനക്കാരായ സ്വദേശികളുടെ ജീവിതം പ്രയാസപ്പെടുത്താൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്നും കൂട്ടിച്ചേർത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് സബ്സിഡി സംവിധാനം പുനഃപരിശോധിക്കാൻ ഉന്നത മന്ത്രിതല സമിതിയെ നിയോഗിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. കുവൈത്തിന്റെ പൊതുചെലവ് ഏറെ കൂടുതലാണെന്നും സബ്സിഡി സമ്പ്രദായം നിർത്തലാക്കുന്നതടക്കമുള്ള നടപടികളിലൂടെ ഇത് കുറയ്ക്കണമെന്നും കഴിഞ്ഞ മാസം രാജ്യാന്തര നാണ്യനിധി ആവശ്യപ്പെട്ടിരുന്നു. നിസാർ കെ റഷീദ്, മീഡിയ 1, കുവൈറ്റ്. സൗദി അറേബ്യയിൽ പുതുതായി 1,00,000 തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുമെന്ന് നാഷണൽ റിക്രൂട്ടിംഗ് കമ്മിറ്റി മേധാവി സയ്യിദ് അൽ അബാദ് പറഞ്ഞു. ആഭ്യന്തര തൊഴിൽ മന്ത്രാലയങ്ങൾ നടത്തുന്ന പരിശോധനയുടെ ഭാഗമായി വിദേശ തൊഴിലാളികൾ കൊഴിഞ്ഞുപോയ സാഹചര്യത്തിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. തൊഴിൽ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ പ്രവർത്തനം ആരംഭിച്ച ഭീമൻ റിക്രൂട്ട്മെന്റ് കമ്പനികൾ വഴിയാണ് തൊഴിലാളികൾ സൗദിയിലേക്ക് എത്തുക. റിക്രൂട്ട്മെന്റിൽ ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് മികച്ച പരിഗണന ലഭിക്കും.
വ്യവസായശാലകൾ, കോൺട്രാക്ടിംഗ് കമ്പനികൾ, നിർമ്മാണ മേഖല എന്നിവയിൽ വലിയ രീതിയിലുള്ള തൊഴിലാളി ക്ഷാമമാണ് ഇപ്പോൾ നേരിടുന്നത്. സർക്കാർ പദ്ധതികൾ കരാറെടുത്ത സ്വകാര്യ കമ്പനികൾ ആവശ്യത്തിന് ജോലിക്കാരെ ലഭിക്കാത്തതിനാൽ പ്രയാസത്തിലാണ്. പരിശോധന കാരണം നിർമ്മാണ മേഖല സ്തംഭിച്ചിരിക്കുന്നു. അതിനാൽ സ്വകാര്യ മേഖല നേരിടുന്ന പ്രതിസന്ധി മറികടക്കാൻ 20,000 തൊഴിലാളികളെ ഉടൻ റിക്രൂട്ട് ചെയ്യാനാണ് തീരുമാനം. അംഗീകൃത വൻകിട റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കാണ് ഇതിനുള്ള അനുമതി. വീട്ടുജോലിക്കാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ സൗദിയിലെത്തിച്ച് കരാർ വ്യവസ്ഥയിൽ ആവശ്യക്കാർക്ക് നൽകുന്ന രീതിയാണ് റിക്രൂട്ടിംഗ് ഏജൻസികൾ സ്വീകരിക്കുക. ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങൾ വീട്ടുജോലിക്കാരെ സൗദിയിലേക്ക് അയക്കുന്നത് നിർത്തിയിട്ടുണ്ട്. ഇന്ത്യ-സൗദി തൊഴിൽ കരാർ ഉടൻ യാഥാർത്ഥ്യമാകും. ഈ സാഹചര്യങ്ങളിലാണ് ഇന്ത്യക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത്. സൗദി വിപണിക്കാവശ്യമായ മാനവ വിഭവശേഷി നൽകേണ്ട ബാധ്യത റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കാണ്. 2 ആഴ്ചക്കകം ആവശ്യക്കാർക്ക് തൊഴിലാളികളെ ഇവർ നൽകണം. ഇത്തരം കമ്പനികളുടെ പ്രവർത്തനം കാര്യക്ഷമമായാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നവർക്ക് തൊഴിൽ ഉടമയുടെയും തൊഴിലാളിയുടെയും പേരും ഇക്കാമയും ചേർത്ത കാർഡ് തൊഴിൽ മന്ത്രാലയം നൽകുമെന്ന് സഅദ് അൽ അബ്ബാദ് പറഞ്ഞു. മീഡിയ 1, റിയാദ്. പ്രവാസി തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുന്നതിൽ ഖത്തർ ക്രിയാത്മക കാര്യങ്ങൾ ചെയ്യുന്നതായി UN നിരീക്ഷകൻ ഫ്രാൻസോ ക്രെപ്പോ പറഞ്ഞു. 8 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം ദോഹയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കഫാല എടുത്തു കളയുക, തൊഴിലാളികൾക്ക് സംഘടനാ സംവിധാനത്തിലുള്ള അനുവാദം നൽകുക തുടങ്ങി 15ഓളം ശുപാർശകളും ക്രെപ്പോ നൽകിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. എഞ്ചിൻ തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ദുബായിൽ വിറ്റ ടൊയോട്ടയുടെ 3217 കാറുകൾ തിരിച്ചെടുക്കുന്നു. നിർമ്മാണ തകരാറായതിനാലാണ് കാറുകൾ തിരിച്ചെടുക്കുന്നതെന്ന് ടൊയോട്ടയുടെ UAE വിതരണക്കാരായ അൽഫുത്തെ മോട്ടോഴ്സ് അറിയിച്ചു. 1541 പ്രാഡയും തിരിച്ചെടുക്കുന്ന വാഹനങ്ങളിൽപ്പെടും. 2022 ലോകകപ്പ് ഖത്തറിൽ തന്നെ നടക്കുമെന്ന് ഫിഫ പ്രസിഡന്റ് സെപ്പ് ബ്ലാറ്റർ അറിയിച്ചു. അമീറിനെയും പ്രധാനമന്ത്രിയും ദോഹയിൽ സന്ദർശിച്ചതിനു ശേഷം ട്വിറ്ററിലാണ് ബ്ലാറ്റർ ഇക്കാര്യം അറിയിച്ചത്. 2022 ലോകകപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായാണ് ഫിഫ പ്രസിഡന്റ് സെപ്പ് ബ്ലാറ്റർ ദോഹയിലെത്തിയത്. അമീറുമായുള്ള ചർച്ചയിൽ ഖത്തറും ഫിഫയും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ലോകകപ്പുമായി ബന്ധപ്പെട്ട് ദോഹയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനം ബ്ലാറ്റർ വിലയിരുത്തി. ഖത്തർ യാത്രയുടെ പ്രധാന ദൗത്യങ്ങൾ പൂർത്തിയായതായി ബ്ലാറ്റർ ട്വിറ്ററിലൂടെ പ്രതികരിച്ചു. ഖത്തറിലെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി യൂണിയൻ ഓഫ് ബിൽഡിംഗ് ആൻഡ് വുഡ് വർക്കേഴ്സ് ഇന്റർനാഷണലിന്റെയും മറ്റ് അതോറിറ്റികളുടെയും റിപ്പോർട്ട് ലഭിച്ചതായും അദ്ദേഹം ട്വിറ്ററിൽ എഴുതി. നവംബർ-ഡിസംബർ മാസങ്ങളിൽ ലോകകപ്പ് നടക്കുന്നതാണ് അനുയോജ്യമെന്ന് ബ്ലാറ്റർ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. ഗൾഫിൽ ശൈത്യകാലത്ത് ലോകകപ്പ് നടത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. റമീസ് ചാത്യാറ, മീഡിയ 1, ദോഹ. സൗദി ഇന്ത്യ ഫുട്ബോൾ ഫോറം സംഘടിപ്പിക്കുന്ന 17ാമത് ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം 29-ന് തുടങ്ങും. 16 ആഴ്ച നീണ്ടുനിൽക്കുന്ന മത്സരം ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫൈസ് അഹമ്മദ് കിദ്വായി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 4 മണിക്ക് മദീന റോഡിലെ കുബ്രി മുറബക് സമീപത്തുള്ള വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സ്റ്റേഡിയത്തിലാണ് മത്സരം. 4 വിഭാഗങ്ങളിലായാണ് മത്സരം നടക്കുകയെന്ന് സ്വിഫ് പ്രസിഡന്റ് ഹിഫ്സുർ റഹ്മാൻ, ജനറൽ സെക്രട്ടറി നാസർ ശാന്തപുരം എന്നിവർ അറിയിച്ചു. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.